ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഫസ്റ്റിന് ഇഡ്ഡലി വടയൊക്കെ ഉണ്ടായിരുന്നു. ഇഡ്ഡലിയൊക്കെ ഞങ്ങൾ കഴിച്ച് നല്ലോണം വിശപ്പൊക്കെ മാറ്റി ഇരിക്കാൻ പോവുകയാണ്. നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ നേരെ സാമിയാർ മഠത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഇവിടെയുള്ള സിപ്രപ്രസാദ ഗണപതി ഭയങ്കര ശക്തിയുള്ള ഗണപതിയാണ്. ആ ഗണപതിക്ക് അമ്മ 108 പ്രദക്ഷിണം ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ജനറേറ്റർ ഓണാക്കാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് നേരാക്കുകയൊക്കെ ചെയ്തു. ഇത് ഇവിടുത്തെ കിണറാണ്. സപ്തഗിരി ദത്താത്രി കോവിലേക്കുള്ള സ്റ്റെപ്പ് ഞങ്ങൾ കയറി കോവിലേക്ക് പോവുകയാണ്. അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിലേക്കൊന്നും കയറിയിട്ട് വീഡിയോ എടുത്തില്ലേ. നാമക്കൽ ടൗണിൽ നിന്ന് ഒരുപാട് ദൂരമാണിത്, കുറച്ച് ദൂരമാണ്. അപ്പോൾ ഇത് ഉൾഗ്രാമത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരുവിധ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ണനും കിച്ചുവിനൊക്കെ തമിഴ്നാട്ടിലെ അമ്പലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിരിക്കുന്നത്. ഇവിടേക്ക് പ്രസാദം മാത്രം വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. കണ്ണ തൊഴുതോ നിങ്ങള്? കിച്ചു വരൂ, ഒന്ന് തൊഴുതിട്ട് വരാം മോളിലേ. അയ്യോ തൊഴുതണം, അമ്മയ്ക്ക് തൊഴുതണേ. വരും, നമ്മളിവിടം വരെ വന്ന വാ, അവിടെ പോയി എന്താ കാണുന്നത്? ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് വീഡിയോ എടുക്കണില്ല. കുത്തനെയുള്ള പടിയാണ് അവിടെ നിൽക്ക്. ഇങ്ങനെ ഒറ്റ മുകളിലേക്ക് നല്ല കുത്തനെയുള്ള പടിയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ കൊക്കർണി അമ്പലത്തിൻ്റെ അല്ലേ? തമിഴ്നാട്ടിലെപ്പോഴും ഇങ്ങനത്തെ ഇതുണ്ടാവും. മഠത്തിൽ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വില്ലും ആണ്, ഇത് നാരകത്തിൻ്റെ, പിന്നെ പൂക്കള്. ഞങ്ങളുടെ മഠത്തിൻ്റെ അവിടുത്തെ നാരകത്തിൻ്റെ മുള്ള് വെച്ചിട്ട് ഞങ്ങൾ ആനേനെയൊക്കെ വരച്ചു. അതാണിത്. നല്ല രസമായിരുന്നു അവിടെ കളിക്കാൻ. എനിക്കൊരു ഫ്രണ്ടിനെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കിച്ചുവിന് പിന്നെ എവിടെ പോയാലും ഒരു കോലോ എന്തെങ്കിലും കിട്ടിയാൽ മതി, അപ്പോൾ വരച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന്
നാരകത്തിൻ്റെ മുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു ഇവിടെ. കാരണം ഒരു കൊല്ലത്തിന് ശേഷമാണ് നമ്മൾ തമിഴ്നാട്ടിലേക്ക് വരുന്നത്. ഇവിടെ നല്ല ഗ്രാമപ്രദേശമായതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു. ഈ ഭാഗത്തേക്കൊന്നും ആരും അങ്ങനെ വരാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ്. കാരണം ഉള്ളിലേക്കാണ് അമ്പലമൊക്കെ. മീനാക്ഷി കല്യാണത്തിൽ അമ്മയ്ക്ക് കിട്ടിയ കുറച്ച് സംഭവങ്ങളാണിത്. തമിഴ്നാട്ടിൽ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും സ്ത്രീകൾക്ക് ഒരു പ്രത്യേകത തന്നെയാണ്. വള, മഞ്ഞച്ചരട്, കുങ്കുമം, അങ്ങനെയെല്ലാം ഒരു പരിപാടിയാണ്. അവിടെ എനിക്ക് വിശന്നപ്പോൾ ഞാൻ പേരയ്ക്ക പറിച്ചു തന്നു. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു സ്ഥലത്ത് വന്ന് കഴിഞ്ഞാൽ പേരയ്ക്ക പറിച്ചു തരുന്നത്? ഞാൻ ചോറും കഴിച്ചു. നല്ല സദ്യയായിരുന്നു. ഇവിടെ തമിഴ്നാട്ടിൽ നല്ലോണം പലതരത്തിലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടി ഞാൻ ഭക്ഷണം കഴിച്ചു. ഇനി നമ്മൾ പിന്നെയും റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. റൂമിലെത്തി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. ഒരു തരത്തിലുള്ള തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് അതുകൊണ്ട് വളരെ സേഫായിട്ടാണ് ഞങ്ങൾക്കിവിടെ തോന്നിയത് എല്ലാവരുടെയും. ചില്ലി ഗോബി. ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, എവിടെ പോയാലും കിച്ചുവിന് കുറച്ച് ഫ്രണ്ട്സ് എന്തായാലും ഉണ്ടാവും. അതാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെയായിരുന്നു. പൂച്ചയല്ല അങ്ങനെ ആക്കാൻ. നമ്മൾ അന്ന് ഇടുക്കി പോയിട്ട് അരയന്നത്തിനെ കണ്ട പോലെ ഈ ഹോട്ടലിലും ഉണ്ടായിരുന്നു അരയന്നവും താറാവൊക്കെ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അവരുടെ നല്ല മൃദുലമായ സൗണ്ടാണ്. എനിക്ക് അവരോടൊപ്പം കളിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നാളെ ഞങ്ങൾക്ക് മൈസൂർ വഴി അല്ലെങ്കിൽ ഊട്ടി വഴി ഞങ്ങൾക്ക് വയനാട്ടിലേക്ക് പോകണം. അപ്പം ഞങ്ങൾ ഇന്ന് ഫുള്ളും ഇവിടെയായിരുന്നു, നാമക്കല്ലിൽ തന്നെയായിരുന്നു. വേറെ എവിടേക്കും പോയില്ല. നാളെ ലോങ് ട്രിപ്പാണല്ലോ, അതുകൊണ്ട് അപ്പം നമുക്ക് നാളെയും അടിപൊളിയായ കാഴ്ചകളൊക്കെ ഉണ്ടാവും. ഇത് ഇലേൻ്റെ കളറ് മാറുന്ന നോക്കി വെച്ചു. ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കിച്ചണിന് എന്തായാലും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അത്. അവിടെ അവന് പറ്റിയ കൂട്ടുകാരും ഉണ്ടായിരുന്നു. ഇതാ കണ്ടില്ലേ, ചാടി മരത്തിലേക്ക് ചാടുന്നു. എന്ത് പറിക്കാനാണ് അവർ? പക്ഷെ അതൊക്കെ കണ്ടങ്ങനെ ഭയങ്കര സാഹസികതയിലൊക്കെയാണ് കിച്ചുവിൻ്റെ കൂടെ. കിച്ചു അവർ ചീത്ത പറയണവരെ കളിച്ചു വരൂ. ഇതൊക്കെ വീട് ഇത് കണ്ടോ നിങ്ങൾ? കുടം വെച്ചിരിക്കുന്നു. രസമുണ്ട് അല്ലേ? രണ്ട് ഗണപതിയാണ്. അതോ 2 തലയല്ല 5 തലയുണ്ട്. 5 തല. പഞ്ചമുഖ ഗണേശൻ. ഇതിൻ്റെ പിന്നിലൊരു വലിയൊരു പുരാണം തന്നെയുണ്ട്, ശാസ്ത്രം പറയണത്. കിച്ചു, കിളികളെ ഉറക്കണീച്ചോ നോക്ക്. നേരത്തെ കണ്ടില്ലല്ലോ, ഉറങ്ങാൻ തോന്നുന്നു.
കിച്ചുവിന് ഇവിടെ ഇഷ്ടംപോലെ കൂട്ടുകാരാണ്. ഇത് കണ്ടോ? ഇനി എന്താ വേണ്ടേ? നമ്മുടെ ട്രാവലിംഗ് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കും. കാരണം ഒരു ദിവസത്തെ എല്ലാ കാഴ്ചകളും കാണിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ലെങ്ത്ത് കൂടുതലായിരിക്കുന്നത്. ഉണ്ടല്ലേ ഡിസൈൻ വർക്ക്. ചുന് ഇഷ്ടപ്പെട്ട ഹോട്ടല് സൂപ്പറല്ലേ? ഡിന്നർ കഴിക്കാൻ ഞങ്ങൾ ശരവണ ഭവനിലേക്ക് വന്നു. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ